ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, റാൻഡായിട്ടുള്ളൊരു വ്ളോഗാണ്. 2026 വിഷൻ ബോർഡ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജനുവരിയിൽ തന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അന്ന് എന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിഷൻ ബോർഡിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മെയിൽ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. വിഷൻ ബോർഡ് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മഷ്റൂം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഞാനൊരു 12 മണി 12:30 ആയപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നിരുന്നത്. പിന്നെ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കി തീരുമ്പോഴേക്കും 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ കട്ട് ചെയ്യാൻ തന്നെയാണ് എനിക്ക് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താ, വെറുതെ ഇരുന്ന് ഡൂം സ്ക്രോൾ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പഠിക്കലാണ് എന്ന്. എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് സ്റ്റഡിയിങ്, മാർക്സ്, വേക്കിംഗ് അപ്പ് അറ്റ് 5 AM അതൊക്കെയാണ്. പിന്നെയാണെങ്കിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ വല്ലാത്ത ഗിൽട്ടും തോന്നും. ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണോ എന്നുള്ള തോട്ട്സ് ആയിരിക്കും മൈൻഡ് മൊത്തം ഉണ്ടാവുക. ഈ പ്രശ്നം എനിക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരുന്ന് ഡൂം സ്ക്രോൾ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താലും അത് പ്രൊഡക്ടിവിറ്റിയാണ്. ഇപ്പോൾ പറയാനാണെങ്കിൽ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റിയാണ്. ചിലപ്പോൾ ഫുൾ എക്സോസ്റ്റഡ് ആകുമ്പോൾ റെസ്റ്റ് എടുക്കുന്നതും പ്രൊഡക്ടിവിറ്റി ആകാം. ഈ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത എന്നെപ്പോലെയുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എനിവേയ്സ്, റെസ്റ്റ് എടുക്കുമ്പോൾ ഗിൽറ്റ് തോന്നുന്ന ആൾക്കാരാണോ നിങ്ങൾ? ആണെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റൊട്ടീൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം നല്ല നീറ്റായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് പെർഫെക്റ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അതായത് ഞാൻ പൊതുവേ കാണുന്ന സ്റ്റഡി വ്ളോഗ്സിലൊക്കെ കാണുന്നത് അങ്ങനെയാണ്. എക്സാമിൻ്റെ തലേന്ന് മാത്രം ബുക്ക് തുറക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്ങനെയെങ്കിലും പഠിച്ച് മാർക്കൊക്കെ മേടിക്കുമെങ്കിലും അതൊരു നല്ല ഹാബിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എക്സാമിൻ്റെ തലേന്ന് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റാറുള്ളൂ. എക്സാമിൻ്റെ തലേന്ന് രാത്രി പഠിക്കാനെടുത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഫോക്കസ് വേറെ ഒരു ദിവസവും കിട്ടില്ല. പറഞ്ഞ് നമ്മൾ സ്കൂളും എക്സാംസും ഒക്കെ എത്തി. എന്നിട്ട് നമ്മുടെ കട്ടിങ് പരിപാടി ഇവിടെ തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വിഷൻ ബോർഡിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കുറച്ചധികം ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഡിജിറ്റലായിട്ടൊരു വിഷൻ ബോർഡ് ഞാൻ 2026 സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസവും ഫുൾ എക്സാംസ് തന്നെയായിരുന്നു. ഏപ്രിലാണെങ്കിൽ കുറേ ദിവസം ഞാൻ വീട്ടിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കൽ പരിപാടി ഇങ്ങനെ നീണ്ടു പോയത്. ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കുഴപ്പം മീൻസ് ഇത് ഇനി വർക്ക് ചെയ്യുമോ ഇല്ലയോ അങ്ങനെയൊന്നും അറിയില്ല. ChatGPT ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ഈ വിഷൻ ബോർഡ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. നമ്മളതിനു വേണ്ടി ഹാർഡ് വർക്ക് കൂടി ചെയ്താലേ അത് സക്സസ് ആവുള്ളൂ. ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ച് 2 ദിവസത്തേക്ക് നമ്മൾ കുറേ റൊട്ടീൻസും ഗോൾസൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും. പക്ഷേ എല്ലാ ദിവസവും ഇതൊക്കെ ഫോളോ ചെയ്യേണ്ട എനർജി നമുക്ക് ഉണ്ടാവില്ല. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഫുൾ എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ എനർജിയൊക്കെ എങ്ങോട്ട് പോയി എന്നറിയണ്ടാവില്ല. പിന്നെ ആ ഗോൾസും റൊട്ടീൻസും ഒക്കെ നമ്മൾ മറന്നു പോകും. അങ്ങനെ നമ്മുടെ ഗോൾസും റൊട്ടീൻസൊക്കെ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷൻ ബോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിത് ഡെയിലി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നമുക്ക് ആ ഗോൾസും പിന്നെ നമ്മുടെ റൊട്ടീൻസും ഒക്കെ നമുക്ക് ഓർമ്മ വരും. ഇനി കട്ടിയൽ പരിപാടി നിങ്ങൾ അധികം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഏകദേശം കഴിയാറായിട്ടുണ്ട്. കട്ട് ചെയ്യലൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ മെസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് എക്സ്ട്രാ ആയിട്ട് കുറച്ച് സ്പേസ് വന്നപ്പോൾ ജേർണലിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ കുറച്ച് പിക്ചേഴ്സ് പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ പിക്ചേഴ്സ് കട്ട് ചെയ്തെടുത്താൽ മാത്രം പോരല്ലോ, ഇതൊരു കാർഡ് ബോർഡിലേക്ക് ഒട്ടിക്കണ്ടേ. ആദ്യം തന്നെ ഞാൻ ഇതൊക്കെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് വെച്ച് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വേണം എനിക്കൊന്ന് പോയി ഫുഡ് കഴിക്കാനായിട്ട്. ഇതിനും അത്യാവശ്യം ടൈം അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്യൽ പരിപാടിനെക്കാട്ടിയും ടൈം കുറവാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ പിക്ചേഴ്സ് 2 എണ്ണമൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിനകത്തേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിക്കുമ്പോൾ ഒന്നും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. ഒട്ടിക്കുമ്പോഴേ കണ്ടതാണെങ്കിൽ എനിക്ക് കുറേ സ്പേസ് സേവ് ചെയ്യായിരുന്നു. അവസാനമായപ്പോഴേക്കും സ്പേസ് തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒട്ടിക്കുന്നത് ടൈം ലാപ്സിൽ ഇട്ടിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട്. എനിക്ക് മാത്രമാണോ തോന്നിയെന്നറിയില്ല. ഒരുപാട് ടൈം എടുത്ത് ചെയ്ത പരിപാടിയാണെങ്കിലും ഇതിങ്ങനെ ടൈം ലാപ്സിലായിട്ട് ഇട്ടിട്ട് കാണുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ.
പിക്ചേഴ്സ് പോലെയുള്ളതൊക്കെ ഇപ്പം അത്യാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോട്ട്സ് പോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. പിന്നെ 2026 എന്നുള്ളത് നടുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണം. ഇത് ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഒട്ടിച്ച് തരുമ്പോഴേക്കും കുറച്ചൊക്കെ സൈഡോട്ടായി പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. പിക്ചേഴ്സ് ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് കുറച്ച് കോട്ട്സ് പോലെയുള്ള കാര്യങ്ങളായിരുന്നു. അത് പിന്നെ ഞാൻ പിക്ചേഴ്സിൻ്റെ മുകളിലായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ അവസാനം വിഷൻ ബോർഡ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ മഷ്റൂം ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ ഡേ ഞാൻ ഈ 2 സാധനത്തിൻ്റെ മുകളിലായിരുന്നു. മഷ്റൂം ഉണ്ടാക്കലല്ല, മഷ്റൂമിനെ പെയിൻറ്റ് ചെയ്തെടുക്കൽ. മറ്റേതിനേക്കാളും ഇതും കുറച്ചും കൂടി ടൈം കുറവേ എടുത്തിട്ടുള്ളൂ. പെയിൻറ്റ് ചെയ്യലല്ലേ, അത്രയ്ക്ക് ടൈമൊന്നും വേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ മഷ്റൂമിൻ്റെ താഴെ ഭാഗത്ത് അടിക്കേണ്ട പെയിൻറ്റ് അതൊരു ലൈറ്റ് ബ്രൗൺ സ്കിൻ കളറൊക്കെയാണ് അടിക്കേണ്ടത്. പക്ഷേങ്കിൽ എനിക്ക് എത്ര മിക്സ് ചെയ്തിട്ടും ആ ഒരു കളർ മാത്രം കിട്ടുന്നില്ല. പെയിൻറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആ കളർ കിട്ടും. പക്ഷെ അത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ കളർ മാറിയിട്ട് കുറച്ച് പേർപ്പിൾ അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനെ എന്തൊക്കെയാണ് കിട്ടുന്നത്. മേ ബി ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് കളർ കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ ബ്രൗൺ ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് ലൈറ്റ് ആക്കുകയാണ് ചെയ്തത്. മേ ബി അതുകൊണ്ടായിരിക്കാം. എൻ്റെ കയ്യിൽ ബ്രൗൺ കളറില്ല, അത് തന്നെയാണ് റീസൺ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറേ പെയിൻറ്റ് മാറ്റി മാറ്റി അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം എനിക്കൊരു ഗ്രീനിഷ് ഷെയ്ഡാണ് കിട്ടിയത്. പിന്നെ ഞാൻ മാറ്റാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മഷ്റൂമിൻ്റെ മുകളിൽ ഭാഗത്ത് ഒബ്വിയസ്ലി വൈറ്റും പിന്നെ റെഡും അല്ലേ ഉണ്ടാവുക, അതാണ് ചെയ്ത് കൊടുക്കുന്നത്. റെഡ് നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിലുള്ള വൈറ്റ് പോൾക്ക ഡോട്ട്സാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ടേബിളിൽ നിങ്ങളൊരു മഷ്റൂം കണ്ടിട്ടുണ്ടാവും. ആ ഒരു മഷ്റൂം താഴെ വീണ് പൊട്ടിപ്പോയിട്ടാണ് ഇപ്പം ഞാൻ പുതിയൊരു മഷ്റൂം ഉണ്ടാക്കുന്നത്. ഇതും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ പറയാൻ മറക്കണ്ട.